ഹലോ, ഞാൻ അക്ബർ, സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ്. ഇന്ന് നമുക്ക് എന്താണ് ബിൽഡിംഗ് പെർമിറ്റ്, എന്തിനാണ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ നിയമങ്ങളനുസരിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിയുവാനും പഴയത് പുതുക്കി പണിയാനും കൂട്ടിച്ചേർക്കലുകൾ നടത്തുവാനുള്ള നിയമപരമായിട്ടുള്ള അനുമതിയാണ് ബിൽഡിംഗ് പെർമിറ്റ്. എപ്പോഴാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ടത്? പുതിയ കേസ്മാർട്ട് അപ്ഡേഷൻ അനുസരിച്ച് ഫൗണ്ടേഷൻ വർക്കിന് മുമ്പ് തന്നെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെർമിറ്റ് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ്? ആധാരം, നികുതി അടച്ച രസീത്, കൈവശ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പുറമെ ലൈസൻസ്ഡ് എഞ്ചിനീയർ ഓർ ആർക്കിടെക്ട് തയ്യാറാക്കിയ സെറ്റ് ഓഫ് പ്ലാൻസ്. എങ്ങനെയാണ് ബിൽഡിംഗ് പെർമിറ്റിന്റെ അപേക്ഷ ഫീ വരുന്നത്? സാധാരണയായി കെട്ടിടത്തിന്റെ തരം, നിർമ്മാണ രീതി, കെട്ടിടത്തിന്റെ വലുപ്പം എന്നിവ അനുസരിച്ച് പെർമിറ്റ് ഫീയിൽ മാറ്റങ്ങൾ വരാം. നിലവിൽ പഞ്ചായത്തുകളിൽ താമസ വീടുകൾക്ക് 80 സ്ക്വയർ മീറ്റർ വരെയും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് 50 സ്ക്വയർ മീറ്റർ വരെയും പെർമിറ്റ് ആവശ്യമില്ല. 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെ 20 രൂപയും 150 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ 50 രൂപയും 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ 120 രൂപയുമാണ് നിലവിൽ പഞ്ചായത്തുകളിൽ താമസ വീടുകൾക്ക് പെർമിറ്റ് ഫീ വരുന്നത്. വ്യവസായ വാണിജ്യ ബിൽഡിങ്ങുകൾക്ക് 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെ 30 to 40 രൂപയും 150 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ 50 മുതൽ 70 രൂപയും 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ 100 to 120 രൂപയും ചാർജ് വരുന്നുണ്ട്. ഇതേ സമയം മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും ഫീ കണക്കാക്കുമ്പോൾ 10 രൂപ മുതൽ 50 രൂപ വരെ അധികം ചാർജ് വരാം. കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യും.